ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2025 12-ാം പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുവാനും നോമ്പിൽ കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് മോശയ്ക്കും ഏലിയാവിനും നോമ്പിലൂടെ ലഭിച്ചതുപോലെ നമുക്കും ഈ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കൂടുതൽ കരുത്ത് ഉണ്ടാകുവാനും ആത്മീയ നിറവുണ്ടാകുവാനും ആത്മീയ ഉണർവുണ്ടാകുവാനും ജഡത്തെ അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളോടും കൂടി ഇല്ലായ്മ ചെയ്യുവാൻ തക്കവിധം ഒരു അനുഭവത്തിൽ യേശു മരുഭൂമിയിലൂടെ നോമ്പിൽ യാത്ര ചെയ്തതുപോലെ നമ്മുടെ ഈ ലോക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് നോമ്പിൽ നമുക്ക് ആയിരിക്കാം. ഭക്ഷണം വെടിയുന്നതാണോ നോമ്പ് എന്ന് പലരും ചോദിക്കാൻ സാധ്യത ഈ നോമ്പ് കാലത്തുണ്ട്. ആയതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ ആദിയിൽ പാപം ആരംഭിക്കുന്നത് ഭക്ഷണം അതിലാണ് സാത്താൻ ആദ്യം മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലും യേശു നോമ്പെടുക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും അപ്പത്തിലാണ് സാത്താൻ ആദ്യം വിരൽ ചൂണ്ടുന്നത്. ദൈവമക്കളെ, അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ നോമ്പായാലും വലിയ നോമ്പായിരുന്നാലും എല്ലാം ഭക്ഷണത്തെ പൂർണ്ണമായിട്ടും ഈ ശരീരത്തിന് സുഖം കിട്ടുന്ന ഒന്നിലും ആകാൻ പാടില്ല നോമ്പ്. കർത്താവ് ശരീരത്തിൽ കഷ്ടത ഏറ്റുകൊണ്ടാണ് കുരിശുമരണവും പീഡാസഹനവും ഏൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ശരീരത്തെ നമ്മൾ പൂർണ്ണമായിട്ടും അതിൻ്റെ എല്ലാ ഈ ലോക സുഖങ്ങളോടും നോ പറഞ്ഞുകൊണ്ട് നോമ്പെടുക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർ കുടിലിൽ ജയ്മോനച്ചൻ.